ഹലോ, ഹമ്മിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ഉരുക്കെണ്ണ. ഇത് കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ പാചകത്തിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് ടൈം എടുത്തിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ. തേങ്ങ എത്രത്തോളം കൂടുതൽ എടുക്കണോ അത്രത്തോളം ടൈമും കൂടും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് കാര്യമായിട്ട് നമുക്ക് വേണ്ടത് ക്ഷമയാണ്. അപ്പൊ കുറച്ച് ക്ഷമ എടുത്ത് ചെയ്താലേ ഇത് നല്ല പോലെ നമുക്ക് റെഡി ആയി കിട്ടുള്ളൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. ഞാനിപ്പോ ഇത് ഉണ്ടാക്കാനായിട്ട് 10 തേങ്ങയാണ് എടുക്കേണ്ടത്. തേങ്ങയുടെ തേങ്ങാപ്പാലാണ് നമുക്ക് ആവശ്യം. അപ്പോ ഒന്നെങ്കിൽ ചിരവി എടുത്തിട്ട് അതിന്റെ തേങ്ങാപ്പാൽ എടുക്കാം, അതല്ലാണ്ടെങ്കിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടും തേങ്ങാപ്പാൽ എടുക്കാം. ഞാനിപ്പോ 10 തേങ്ങയൊക്കെ ചിരവി എടുക്കാൻ കുറച്ച് സമയം പിടിക്കുമല്ലോ. അപ്പൊ അതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ദിവസം തേങ്ങനെ ഒന്ന് പൊളിച്ച് വെയിലത്തിട്ട് ഉണക്കിയിട്ട് എന്നിട്ട് തേങ്ങനെ തൊണ്ടിന്റെ അകത്തുനിന്ന് എടുത്ത് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തേക്കാണ്. എന്നിട്ട് ഇപ്പൊ ഞാൻ ഇതിനെ മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ എടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോ ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ ആദ്യം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ്. ഇങ്ങനെ പച്ച തേങ്ങ ചെയ്തെടുക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ട. ഒന്നെങ്കിൽ തേങ്ങ ചിരവിയിട്ട് നേരിട്ട് പാല് പിഴിഞ്ഞെടുക്കാം, അതല്ലാണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ട് അടിച്ചിട്ടും പാലെടുക്കാം കേട്ടോ. ഇതാ കണ്ടോ, ഞാനിപ്പോ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോ ഒരു ഏകദേശം 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ നിന്നും തേങ്ങാപ്പാല് കിട്ടും. ഇപ്പൊ ഇതാ കണ്ടോ, തേങ്ങയൊക്കെ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനിപ്പോ ഒരു വലിയൊരു പാനിന്റെ അകത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് എല്ലാ തേങ്ങയും കൂടെ ഒറ്റ തവണ അരച്ചെടുക്കുക കഴിയൂല കേട്ടോ. 2-3 തവണയായിട്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ്. തേങ്ങ ആദ്യം ഒന്ന് അരച്ചെടുക്കണം, എന്നിട്ട് ഇതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കണം. അതൊക്കെ കുറച്ച് റിസ്ക് ആണ്. ഇത് കടയിൽ നിന്നും വാങ്ങിക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വിലയാണ്. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ഇത് ഉണ്ടാക്കുന്നത് എണ്ണ കാച്ചാനാണ് കേട്ടോ, തലയിൽ തേക്കാന്. അപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ എണ്ണയിൽ എനിക്ക് അത്ര ഒരു കോൺഫിഡന്റ് ഇല്ല നമുക്ക് തലയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കി എടുക്കാറുള്ളതാണ്. മുടി കൊഴിച്ചിലും താരം പോവാനും ഒക്കെ ആയിട്ട് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കായിരിക്കും ഏറ്റവും ഉത്തമം കേട്ടോ. എന്റെ ഒരു ഇതെന്ന് വെച്ചാല് ഇത് നമ്മൾ എത്ര റിസ്ക് എടുത്ത് ചെയ്യുന്നതാണെങ്കിലും അതിന്റെ ലാസ്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ അത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പൊ ഞാൻ അധികം ഇങ്ങനെ റിസ്ക് എടുത്ത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാറാണ് ചെയ്യാറ്. ഇപ്പതാ ഞാന് മുഴുവനും തേങ്ങയെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ പാനിന്റെ അകത്ത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളവും ചേർക്കാണ്. വെള്ളത്തിന്റെ ഒന്നും കണക്ക് അത്രയൊന്നും കാര്യമാക്കണ്ട, എത്ര വെള്ളം വേണമെങ്കിലും ചേർക്കാട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്നും തേങ്ങാപ്പാല് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഞാനിപ്പോ ഒരു വലിയ ബക്കറ്റിലേക്കാണ് കേട്ടോ ഈ തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കുന്നത്. ഒരു തുണിയിലൂടെയാണ് പിഴിഞ്ഞെടുക്കുന്നത്. ഞാനിപ്പോ ഇത് ഇങ്ങനെ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു തുണി തന്നെയാണ്, ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോ ബക്കറ്റിന്റെ മുകളിൽ ഞാൻ ഈ കോട്ടൺ തുണി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതില് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഒറ്റക്ക് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണ്. ഹെൽപ്പിനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത്രയും തേങ്ങാപ്പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളം ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ. വെള്ളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെർജിൻ കോക്കനട്ട് ഓയിൽ 2 വിധം ഉണ്ടാക്കാം. ഒന്നിപ്പോ നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ സ്റ്റൗവിൽ വെച്ച് നേരിട്ടിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കുക. എന്നിട്ട്
എണ്ണയും അതുപോലെ ഇതിന്റെ ബാക്കിയുള്ള കരടും സെപ്പറേറ്റ് ആവുന്നത് വരെ അങ്ങനെ കുറുക്കിയെടുത്തോണ്ടിരിക്കുക. പക്ഷെ അതിന്റെ കാര്യത്തിൽ കുറച്ച് റിസ്ക് ആണ്. നമ്മൾ തേങ്ങാപ്പാൽ കൂടുതലാണെങ്കിൽ, നമ്മൾ വെള്ളം ചേർത്ത അളവും കൂടുതലാണെങ്കിൽ അത് തിളച്ച് കുറുകി പറ്റെ വറ്റി വരുമ്പോഴത്തേക്കിന് ഒരുപാട് ടൈം എടുക്കും. അപ്പൊ കൂടുതൽ തേങ്ങ എടുത്ത് ചെയ്യുന്നവർക്കാണെങ്കിൽ ഞാനിപ്പോ ഈ ചെയ്യുന്ന മെത്തേഡ് ആയിരിക്കും ഏറ്റവും എളുപ്പവും അതുപോലെ സമയ ലാഭവും കേട്ടോ. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോ എടുത്തു വെച്ച തേങ്ങാപ്പാലിനെ 24 മണിക്കൂർ അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 8 മണിക്കൂർ ഇതുപോലെ തന്നെ അടച്ച് പുളിപ്പിക്കാനായിട്ട് മാറ്റി വെക്കുക. പിന്നെ അത് ഇളക്കി കൊടുക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ. ഞാനിപ്പോ തേങ്ങാപ്പാല് 24 അവർ പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബാക്കിയുള്ള തേങ്ങാപ്പീരയില്ല, അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ കേക്കിനും കുക്കീസിനും ഒക്കെ ഉപയോഗിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇപ്പൊ ഞാൻ പുളിപ്പിക്കാനായിട്ട് വെച്ച തേങ്ങാപ്പാൽ പിറ്റേ ദിവസം എടുക്കാണ് കേട്ടോ. ഞാനിപ്പോ 24 അവർ ഒന്നും വെച്ചിട്ടില്ല, കൂടി പോയി കഴിഞ്ഞാൽ ഒരു 15 മണിക്കൂറൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പൊ ഇതാ കണ്ടോ, നമ്മുടെ ഈ തേങ്ങാപ്പാല് പുളിച്ച് മുകളിൽ കട്ടയായിട്ട് വന്നിട്ടുണ്ടാവും, താഴെ വെള്ളം സെപ്പറേറ്റ് ആയി കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഈ മുകളിൽ കാണുന്ന കട്ടയായി കിടക്കുന്ന തേങ്ങാപ്പാൽ മാത്രം നമ്മൾ ഒരു പാനിലേക്ക് കോരി മാറ്റിയെടുക്കുക കേട്ടോ. താഴെയുള്ള വെള്ളം നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ കോരി എടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഇതിൽ പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അത് നമ്മൾ തിളപ്പിച്ച് കുറുക്കി എടുക്കുമ്പോ അങ്ങ് വറ്റിപ്പോവും. എനിക്കിപ്പോ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ എടുത്ത തേങ്ങയുടെ അളവിനനുസരിച്ചിട്ട് കൂടെയും കുറയൊക്കെ ചെയ്യൂ കേട്ടോ. ഇതിന് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ഇത് പറ്റെ കുറുകി വരണം, അതുവരേക്കും വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിപ്പോ ഞാന് തേങ്ങാപ്പാല് മുകളിൽ നിന്ന് എടുത്തതിന് ശേഷം താഴെ ബാക്കി വന്ന വെള്ളമാണ്. ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ, ഇത് നമുക്ക് ഒഴിവാക്കാം. ഇപ്പൊ ഞാൻ സ്റ്റൗവിൽ വെച്ച് ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറെ സമയം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതിൽ നിന്നും എണ്ണയും അതുപോലെ കുറച്ച് കരടും സെപ്പറേറ്റ് ആയിട്ട് വരും. ബ്രൗൺ കളറിൽ കരടും അതുപോലെ എണ്ണയും സെപ്പറേറ്റ് ആയിട്ട് വരും. അതുവരേക്കും തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഏകദേശം അരമണിക്കൂറോളായിട്ടുണ്ട്. ഇപ്പൊ തന്നെ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ തെളിഞ്ഞു വരുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ ഉണ്ടോ. ഇനിയും നമ്മൾ ഇതിനെ കുറുക്കി എടുക്കണം കേട്ടോ, കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കിന് കൂടുതലായിട്ട് എണ്ണ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചു നേരം കൂടെ നമുക്ക് വെക്കണം. നമ്മൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന തേങ്ങാപ്പാൽ മൊത്തത്തിൽ കരിഞ്ഞ് എണ്ണയൊക്കെ പുറത്തു പോയി കരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. അതുവരേക്കും വെയിറ്റ് ചെയ്യുക. ബ്രൗൺ കളറായിട്ട് അങ്ങ് വരും. ഇപ്പൊ കണ്ടോ, കറക്റ്റ് പരുവായിട്ടുണ്ട്. വേസ്റ്റ് ആയിട്ടുള്ള കോക്കനറ്റിന്റെ ഭാഗങ്ങൾ ഇവിടെ കരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ട് കിടക്കുന്നുണ്ട്. ബാക്കി അതിന്മേൽ നിന്നൊക്കെ എണ്ണ നല്ല പോലെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് എണ്ണ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഉണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള എണ്ണയാണ്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. ചൂട് പോയതിനു ശേഷം നമുക്കൊരു തുണിയിലൂടെ ഇതിനെ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ ഇതിനെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തുണിയൊക്കെ വെച്ചിട്ട് അരിച്ചെടുക്കായിരിക്കും നല്ലത്. അപ്പൊ കരടൊന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോ എനിക്ക് ഏകദേശം 1.5 ലിറ്ററോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 10 തേങ്ങയൊക്കെ വെച്ച് ആട്ടി എടുക്കുമ്പോഴും ഇത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, നല്ല കളറായിട്ട് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. യാതൊരു കൂട്ടും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചേർക്കാതെ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ എണ്ണ ആയതുകൊണ്ട് തന്നെ നമുക്ക് പാചകത്തിനും അതുപോലെ തലയിൽ തേക്കാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. തലമുടി കൊഴിയുന്ന പ്രശ്നമുള്ളവർക്കും താരന്റെ പ്രശ്നമുള്ളവർക്കും ഒക്കെ ഈ എണ്ണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെയും യൂസ് ചെയ്യാം. അതല്ല, ഈ എണ്ണ ഉപയോഗിച്ചിട്ട് പിന്നെ എണ്ണ നമ്മുടെ കറ്റാർവാഴ അങ്ങനെയുള്ള കൂട്ടൊക്കെ ഉപയോഗിച്ചിട്ട് കാച്ചിയെടുത്തിട്ടും ഉപയോഗിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക.
ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒക്കെ താഴെ വരുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴത്തേ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാം. ഇതില് മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നാൽ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.